ഹായ് നമസ്കാരം. എസ് ഗാരേജ് വൈറ്റില. നമുക്ക് I20യുടെ വർക്കാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് വർക്കുകളുണ്ട്. 360 ക്യാമറ അടക്കം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. സ്പോയിലർ കമ്പനി എങ്ങനെ വരുന്ന ആ സെയിം സ്പോയിലറാണ് വെച്ചേക്കണത്. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റ് കവർ. സീറ്റ് പഴയ സീറ്റാണിത്. ഇത് നമ്മൾ കവർ ചെയ്തിട്ട് വേറെ രീതിയിലാക്കണതാണ്. കസ്റ്റമർ പറഞ്ഞ സെയിം മോഡലിൽ ചെയ്യുന്നുണ്ട്. പെട്രോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡീസലിന് പകരം പെട്രോളൊക്കെ അടിച്ച് കയറ്റുന്നതുകൊണ്ട് പെട്രോൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കസ്റ്റമർ ഡിസൈൻ ചെയ്തേക്കണ സീറ്റ് കവർ. അതിൻ്റെ ഇന്ത്യയിൽ മാച്ച് ചെയ്യുന്ന ടൈപ്പാണ് ചെയ്തേക്കണത്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നാപ്പ മെറ്റീരിയലാണ്. 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. നല്ല സോഫ്റ്റാണ്. മറ്റൊന്നും അപേക്ഷിച്ചൊക്കെ ചൂട് കുറവാണ്. ഇത് ഡോർ ഗാർഡ് എന്ന് പറയും. ഡോർ ഗാർഡ് എന്തിനാ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മതിലിൻ്റെയൊക്കെ അരികിൽ കൊണ്ടിടുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ അതുമ്പോൾ മുട്ടി എഡ്ജിൻ്റെ കളർ പോകും. അപ്പോൾ അത് പെയിൻറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോർ വാൾവ് വെക്കുന്നത്. അതൊക്കെ നല്ല ഓരോ ഐറ്റംസാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ്. ഇതിനകത്ത് ഫുള്ള് ബട്ടർ സ്കോച്ച് കളറാണ് ചെയ്തേക്കണത്. അതുപോലെ സൈഡിലൊരു ഗ്രിപ്പ് കൊടുത്തിട്ട് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് BMW ടൈപ്പ് ആംറസ്റ്റാണ്. പിന്നെ സെൻറ്ററിൽ തുറന്ന് നമുക്ക് ഐറ്റംസ് കുറേ വെക്കാം. അതുപോലെ USB ചാർജർ ഉണ്ട്. ഇത് ഗിയർ നോബ് വെച്ചിട്ടുണ്ട്. ഇതാണ് 360 9 ഇഞ്ച് I20യിൽ വെക്കുന്ന 360 ആണ്. 9 ഇഞ്ച് സ്ക്രീനാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് നോബ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒറ്റ കൈ കൊണ്ടൊക്കെ വണ്ടി വളക്കാൻ പറ്റും. പെട്ടെന്ന് യൂട്ടേണൊക്കെ എടുക്കണമെങ്കിൽ ഒറ്റ കൈ പിടിച്ച് ഒറ്റ തിരിയിടിച്ചാൽ ഫുള്ള് യൂട്ടേൺ എടുക്കാൻ പറ്റും. അത് അംബിപ്യുവർ ഗോദ്രേജിൻ്റെ എയറാണ്. എയർ എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഗോദ്രേജാണ് എയർ. ജെല്ല് ടൈപ്പാണ്. ഇത് 9 ഇഞ്ച് സ്റ്റീരിയോ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിലുള്ള 360 ക്യാമറയാണ് നമ്മൾ വെച്ചേക്കണത്. അപ്പോൾ അതിന് കാലിബ്രേഷൻ ചെയ്യണം. കാലിബ്രേഷൻ ചെയ്താലാണ് നമുക്ക് സാറ്റലൈറ്റ് പോലെ മേളിൽ നിന്ന് എല്ലാ സൈഡും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പക്കായിട്ട് കാലിബ്രേഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് 360യുടെ കറക്റ്റ് ഗുണം കിട്ടുള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇത് സീറ്റ് കവർ നമ്മൾ നേരത്തെ പറഞ്ഞത് കറക്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും സൈഡിൽ ബീഡിങ് കൊടുത്തേക്കണത്. ഇത് ഡോർ പാഡും നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് ഡിസൈൻ പറഞ്ഞാലും അതേപോലെ ചെയ്തു തരും. അതുപോലെ മോൾഡിങ് വർക്കുകൾ, ഡോർ പാഡ്, പിന്നെ റൂഫ്, സ്റ്റിയറിംഗ് കവറ്, ഗിയർ നോബ്, ഗിയർ ബൂട്ട്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഇതിൻ്റെ സിസ്റ്റം. ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ സൈഡ് കാണുന്നുണ്ടോ? അതുപോലെ ആ സൈഡിലുള്ള എല്ലാ ഐറ്റംസും കാണിക്കും. അതുപോലെ ഫ്രണ്ടിലേക്കുള്ളത് നമ്മൾ 3D പല പല രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. പല ടൈപ്പ് നമുക്ക് ക്യാമറ അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വണ്ടിയുടെ കളറും അതുപോലെ മാറ്റി ഓരോ വണ്ടിയുടെ ഇതായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്തൊരു ഇത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. വേണ്ട, ഇതുപോലെ ഏത് ഡിസൈനിൽ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കാണിക്കും. നമുക്ക് സൈഡുകളിലെ എല്ലാ ഐറ്റംസും. ഇതുപോലെ നമുക്ക് വണ്ടിയുടെ കളർ, നമ്മുടെ വണ്ടി യൂസ് ചെയ്യാം ഏതാണെന്ന്, വണ്ടിയുടെ കളർ യൂസ് ചെയ്യാം. അപ്പോൾ ആ വണ്ടിയുടെ കളറും ആ വണ്ടിയും വരും. അതിനകത്ത് കളറ് മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഏത് ടൈപ്പ് കളർ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഡ്രിവണിൻ്റെയാണ് സെറ്റ് വെച്ചേക്കുന്നത്. ഡ്രിവൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. JVC ആണ് അവർക്ക് സർവീസ് കൊടുക്കുന്നത്. അതുപോലെ എല്ലാ കമ്പനികളുടെയും 360 നമുക്ക് അവൈലബിൾ ആണ്. മൈ TVS, അൺപ്ലഗ്, അങ്ങനെ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് EMI അവൈലബിൾ ഉണ്ട്. ഏത് ഇതിൽ വേണമെങ്കിൽ EMI അവൈലബിൾ ഉണ്ട്. നമ്മുടെ സഹോദര സ്ഥാപനമാണ് A1 യൂണിസെക്സ് സലൂൺ. ഇവിടെ നമുക്ക് സലൂൺ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്കിത് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്